ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് റാഗി വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അര കപ്പ് വൻപയർ എടുത്ത് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3/4 കപ്പ്, ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർക്കാതെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് സമയം കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 2-3 വിസിലാവുമ്പോൾ നമുക്കിത് കുക്കറൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് റാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള റാഗിയാണ്. ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് മുഴുവനും റാഗി പൊടിച്ചത് മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കട്ട് കെട്ടാതിരിക്കാനാണ് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പയർ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 3 അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര കപ്പോളം വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നേരത്തെ കലക്കിയെടുത്തിട്ടുള്ള റാഗി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇതുപോലെ മെല്ലെ ഇളക്കി വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഇളക്കി വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരും. നമ്മൾ പൊടിയൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്നും കൂടെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റായി വരും. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ റാഗിപ്പൊടിയും വൻപയറും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.